എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ബഷീർ മാളിയേക്കൽ. നമ്മൾ SCRT ബേസ് ചെയ്തുള്ള ക്ലാസ്സുകൾ ആണ് തുടർച്ചയായി നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത്. SCRT ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ്. നമ്മൾ ഒരു ഏപ്രിൽ 15-ാം തീയതി തീർക്കുന്ന രീതിയിലാണ് നമ്മുടെ SCRT ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ദിവസവും 1 മണിക്കൂർ നിങ്ങൾ കൂടെ കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏപ്രിൽ 15 ആകുമ്പോഴേക്കും SCRTC PSC LDC സിലബസിൽ വരുന്ന മുഴുവൻ ടോപ്പിക്കുകളും കംപ്ലീറ്റ് ചെയ്യാം. പിന്നീട് നിങ്ങൾക്ക് അഡീഷണൽ റീഡിങ്ങിലേക്ക് കടക്കാം. NCERT അതുപോലെ മറ്റ് ബുക്കുകൾ ഒക്കെ അഡീഷണൽ റീഡിങ്ങിലേക്ക് നിങ്ങൾക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ ഏപ്രിൽ 15-ൻ്റെ ഉള്ളിൽ ദിവസവും 1 മണിക്കൂർ വെച്ച് SCRT തീർക്കുന്ന രീതിയിലാണ് നമ്മുടെ സീരീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കെന്നും പറയാനുള്ളത് പോലെ തന്നെയാണ് ഇന്നും പറയാനുള്ളത്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാലും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ മാത്രം മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ നിങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമ്മുടെ ചാനൽ എന്താണെന്നറിയില്ല, കുറേ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ഇനി വീഡിയോ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ അതോ ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല. ഏതായാലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ SCRT 7ാം ക്ലാസ്സിലെ 9ാം അധ്യായം ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും SCRTയിലെ 7ാം ക്ലാസ്സിലെ 9ാമത്തെ അധ്യായമാണ്. ഇതിലാദ്യം തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പ് എന്ന കൃതിയിലെ അമ്മ എന്ന അനുഭവ കഥയിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇത് വായിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഓർമ്മക്കുറിപ്പ് എന്ന കൃതി ആരുടേതാണെന്ന് ചോദിച്ചാൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയാണ്. അപ്പോൾ ഓർമ്മക്കുറിപ്പ് എന്ന കൃതി ആരുടേതാണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയാണ്. ആ കൃതിയിൽ തന്നെ അമ്മ എന്ന അനുഭവ കഥയിൽ നിന്നുള്ള ഒരു ഭാഗമാണിത്. അപ്പോൾ അമ്മ എന്നുള്ള അനുഭവ കഥയിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് എന്താണ് ബഷീർ ഇതിൽ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വായിച്ച് നോക്കാം. വൈക്കം ബോട്ട് ജെട്ടിയിലും കായലോരത്തും വലിയ തിരക്ക്, എങ്ങും ബഹളം. മറ്റു വിദ്യാർത്ഥികളോടൊപ്പം ഞാനും തിക്കി ജനക്കൂട്ടത്തിൻ്റെ മുന്നിലെത്തി. അന്ന് വൈക്കം മുഹമ്മദ് ബഷീർ വിദ്യാർത്ഥിയായിരുന്നു. ഗാന്ധിജി വൈക്കത്ത് വന്നപ്പോഴുള്ള അനുഭവമാണ് ഇതിലെഴുതിയിരിക്കുന്നത്. ബോട്ടിൽ ഗാന്ധിജിയെ ദൂരെ വെച്ചേ കണ്ടു. ആയിരം കണ്ടങ്ങളിൽ നിന്ന് ആ ശബ്ദം ഉയർന്നു, കടലിരുമ്പുന്നത് മാതിരി. മഹാത്മാഗാന്ധി കീ ജയ്, മഹാത്മാഗാന്ധി കീ ജയ്. അർദ്ധനഗ്നനായ ഫക്കീർ പല്ല് പോയ മോണ കാട്ടി ചിരിച്ചു. തൊഴുകൈയോടെ കരക്കിറങ്ങി. തുറന്ന കാറിൽ അദ്ദേഹം മെല്ലെ കയറിയിരുന്നു. തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ കാർ സത്യാഗ്രഹാശ്രമത്തിലേക്ക് പതുക്കെ നീങ്ങി. എന്നിട്ട് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജനസമ്മതി എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇത് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. വല്ലാത്ത ബഹളം. ആ ബഹളത്തിനിടയ്ക്ക് എനിക്കൊരാഗ്രഹം. ലോകവന്ധ്യനായ മഹാത്മാവിനെ ഒന്ന് തൊടണം. ഒന്ന് തൊട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു വീണു പോകുമെന്ന് എനിക്ക് തോന്നി. ആരെങ്കിലും കണ്ടാലോ? എനിക്ക് ഭയവും പരിഭ്രവും ഉണ്ടായി. എല്ലാം മറന്നു. ഞാൻ ഗാന്ധിജിയുടെ വലതു തോളിൽ പതുക്കെ ഒന്ന് തൊട്ടു. വീഴാൻ പോയതിനാൽ കൈത്തണ്ടിൽ പിടിച്ചു. അദ്ദേഹം ഗാന്ധിജിയുടെ വലതു തോളിൽ, കുട്ടിയല്ലേ, ഒന്ന് തൊട്ടു. അപ്പോൾ വീഴാൻ പോയപ്പോൾ ഗാന്ധിജിയുടെ കൈത്തണ്ടയിലൊന്ന് മുറുക്കി പിടിച്ചു വീഴാതിരിക്കാൻ വേണ്ടി. ഗാന്ധിജി എന്നെ നോക്കി മന്ദഹസിച്ചു. അന്ന് സന്ധ്യയ്ക്ക് വീട്ടിൽ ചെന്ന് അമ്മയോട് അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു, ഉമ്മ, ഞാൻ ഗാന്ധിജിയെ തൊട്ടു. അപ്പോൾ അന്നത്തെ കാലത്ത് ആലോചിക്കുക, അന്നൊക്കെ ഗാന്ധിയെ തൊടുക എന്ന് പറയുമ്പോൾ ആ കുട്ടികൾക്കുള്ള ആവേശം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഉമ്മ, ഞാൻ ഗാന്ധിജിയെ തൊട്ടു. അപ്പോൾ ഇതാണ് ആ ഓർമ്മക്കുറിപ്പ്. അത് ജസ്റ്റ് അത്ര വായിച്ചു പോകാനേ ഉള്ളൂ.
അപ്പോൾ ഓർമ്മക്കുറിപ്പ് എന്ന കൃതി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതാണെന്ന് ഓർത്തിരിക്കുക. ഇനി വൈക്കം സത്യാഗ്രഹ സമരത്തിന് വേണ്ടി വന്നപ്പോഴാണ് ഈ സംഭവം അദ്ദേഹം പറയുന്നത്. ഇനി ദേശീയ പ്രസ്ഥാനത്തിലെ മിതവാദ ദേശീയതയുടെയും തീവ്രവാദ ദേശീയതയുടെയും കാലഘട്ടം നാം ചർച്ച ചെയ്തല്ലോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുമ്പേ 4-ാം ചാപ്റ്ററിൽ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ്. എന്നാൽ 1919 മുതൽ 47 വരെയുള്ള കാലഘട്ടമാണ് ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഗാന്ധിയൻ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏത് വർഷമാണ്? 1919 മുതൽ 47 വരെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള കാലഘട്ടത്തെയാണ് ഗാന്ധിയൻ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ ഗാന്ധിയൻ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി എന്നുള്ള ഒരൊറ്റ നേതാവിലേക്ക് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം അണിനിരന്നു എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. മറ്റുള്ളതാകുമ്പോൾ വ്യത്യസ്ത ആളുകളായിരുന്നു, അവർക്ക് ആശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ വ്യത്യസ്ത കോണുകളിൽ സ്പ്ലിറ്റായി നിന്നിരുന്നു. ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. എന്നാൽ 1919 മുതൽ ഗാന്ധിജിയുടെ ആഗമനത്തോടു കൂടി ഗാന്ധിജിയുടെ കീഴിൽ എല്ലാവരും ഒറ്റ മനസ്സോടെ അണിചേർന്നു. അതിൽ തീവ്ര ദേശീയതയുടെ ആൾക്കാരും മിതദേശീയതയുടെ ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ജാതി മത ലിംഗഭേദമന്യേ എല്ലാവരും ഗാന്ധിജിയുടെ കീഴിൽ അണിനിരന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമാണ് ഗാന്ധിയൻ കാലഘട്ടം. ഗാന്ധിയൻ കാലഘട്ടം ഏതാണ് വർഷം? 1919 മുതൽ 1947 വരെ. ഇതാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ സ്റ്റാർട്ടിങ് നോക്കിയാൽ മതി 1919. അവിടുന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന വരെയുള്ള കാലഘട്ടം തന്നെയാണ് ഗാന്ധിയൻ കാലഘട്ടം. ഇനി ഗാന്ധിജിയുടെ ആഗമനം. നമുക്കറിയാം, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ അഭിഭാഷകനായി ജോലി ചെയ്യുകയായിരുന്നു. ദീർഘകാലം അവിടെ ജോലി അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പഠിച്ചതാണ്. ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാലത്തെ വാസത്തിനു ശേഷം 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി. അപ്പോൾ പ്രവാസ ജീവിതത്തിന് ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1915 ജനുവരി 9. എന്താണ് ജനുവരി 9ൻ്റെ പ്രത്യേകത? പ്രവാസി ഭാരതീയ ദിവസമാണ് ജനുവരി 9. പ്രവാസി ഭാരതീയ ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ ജനുവരി 9. ജനുവരി 9ൻ്റെ മറ്റൊരു പ്രത്യേകത ഗാന്ധിജി പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തിയ വർഷമാണ്, ദിവസമാണ് ജനുവരി 9. വർഷം 1915. ഇത്രയാണ് ഇത് ഫസ്റ്റ് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്. അപ്പോൾ 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത്, ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട്. ഇന്ത്യയെ കണ്ടെത്താനും ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും രാജ്യത്തുടനീളം അദ്ദേഹം യാത്ര ചെയ്തു. ലളിതമായ ജീവിതത്തിലൂടെയും വസ്ത്രധാരണത്തിലൂടെയും ഗാന്ധിജി ജനങ്ങൾക്ക് മാതൃക കാട്ടി. സാധാരണ ജനങ്ങളുടെ ഭാഷയിൽ അവരുമായി സംവദിച്ചു. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം എന്ന പുതിയൊരു സമരരീതി രൂപപ്പെടുത്തി. ആശയപ്രചരണത്തിന് വേണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അദ്ദേഹം സബർമതി ആശ്രമം സ്ഥാപിച്ചു. ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം ഏറ്റതോടുകൂടി സ്വാതന്ത്ര്യ സമരത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിച്ചു. ഗാന്ധിജി ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തപ്പോൾ പൊതുജനങ്ങളുടെ പങ്കാളിത്തം സ്വാതന്ത്ര്യ സമരത്തിൽ വർദ്ധിച്ചു. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാനും കാരണം. ഇദ്ദേഹം ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞ രാജ്യത്തുടനീളം യാത്ര ചെയ്തു. പിന്നെ ലളിത ജീവിതത്തിലൂടെയും വസ്ത്രത്തിലൂടെയും ജനങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുത്തു. മറ്റുള്ള നേതാക്കളിൽ നിന്ന് തീർത്തും വ്യത്യസ്തനായിരുന്നു മഹാത്മാഗാന്ധി. അത് സ്വന്തം വസ്ത്രധാരണ രീതി മുതൽ തന്നെ ആ വ്യത്യസ്തത അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. പിന്നെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സബർമതി ആശ്രമം സ്ഥാപിച്ചത് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് പ്രചരണം നൽകാനായിരുന്നു. അതേപോലെ അഹിംസ, സത്യാഗ്രഹം, ഈ 2 സമരമാർഗങ്ങളാണ് ഗാന്ധിജി സ്വീകരിച്ചത്. ഇനി സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യഗ്രഹം. നമ്മൾ സത്യാഗ്രഹം എന്ന് വായിക്കുമ്പോഴും എഴുതുമ്പോൾ ഇതുപോലെയാണ് സത്യഗ്രഹം. ഇതിൽ നമുക്ക് ഒരു മെച്ചം കൂടി കിട്ടി, നമ്മുടെ മലയാളം പദശുദ്ധി കൂടി കിട്ടി. അപ്പോൾ സത്യഗ്രഹം
അപ്പോൾ നമ്മൾ പറഞ്ഞു സത്യാഗ്രഹം നമുക്കൊരു ത്യാന്നുള്ളൊരു ദീർഘം ഉണ്ട് എന്നാണ് നമ്മളെ വിചാരം. പക്ഷേ സത്യഗ്രഹം എന്നാണ്, സത്യത്തിൽ അധിഷ്ഠിതമായതാണ്. അതുകൊണ്ട് സത്യാഗ്രഹമല്ല സത്യഗ്രഹം. അപ്പോൾ മലയാളം കൂടി പദശുദ്ധി കൂടി നമുക്ക് ഇതിൽ കിട്ടിയതായാലും. ഇനി സത്യഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യഗ്രഹം എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ സത്യത്തെ മുറുകെ പിടിക്കുക എന്നതാണ് സത്യഗ്രഹം എന്നത് വാക്കിൻ്റെ അർത്ഥം. സത്യഗ്രഹം അഹിംസയിൽ അധിഷ്ഠിതമായിരുന്നു. സത്യഗ്രഹം അഹിംസയിൽ അധിഷ്ഠിതമാണ്. അഹിംസ എന്ന് പറഞ്ഞാൽ ഒരാളെയും കൊല്ലില്ല, നോവിക്കില്ല. സത്യഗ്രഹി തിന്മയെ വെറുക്കുന്നു, എന്നാൽ തിന്മ ചെയ്യുന്ന ആളിനെ വെറുക്കുന്നില്ല. സത്യഗ്രഹി തിന്മയെ വെറുക്കുന്നു എന്ന് വെച്ച് തിന്മ ചെയ്യുന്ന ആളെ വെറുക്കുന്നില്ല. തിന്മ ചെയ്യുന്നവൻ്റെ മനസാക്ഷിയെ തട്ടി ഉണർത്താമെന്ന് സത്യഗ്രഹി വിശ്വസിക്കുന്നു. അപ്പോൾ സത്യഗ്രഹി എന്താണ് വിശ്വസിക്കുന്നത്? തിന്മ ചെയ്യുന്ന ആളെ വെറുക്കുന്നില്ല, പകരം അവൻ്റെ മനസാക്ഷിയെ തട്ടി ഉണർത്തി അവനൊരു നല്ല ആളാക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയാണ് സത്യഗ്രഹയെക്കുറിച്ചും പറയാനുള്ളത്. ഈ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരമാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം. ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരെ തോട്ടം ഉടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരെയായിരുന്നു ഈ സത്യാഗ്രഹം. അതിൻ്റെ ഫലമായി കർഷകർക്ക് ആശ്വാസകരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ വെള്ളക്കാർ നിർബന്ധിതരായി. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരം ഏതാണെന്ന് ചോദിച്ചാൽ ചമ്പാരൻ സമരമാണ്. വർഷം 1917. നമ്മൾ പറഞ്ഞു 1915 ജനുവരി 9 അദ്ദേഹം പ്രവാസം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തിയതെന്ന് പറഞ്ഞു. കൃത്യം 2 വർഷത്തിന് ശേഷം 1917 ചമ്പാരൻ സമരത്തിലൂടെയാണ് ഗാന്ധിജി രംഗപ്രവേശനം ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യഗ്രഹ സമരമാണ് ചമ്പാരൻ. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സമരമാണ് ചമ്പാരൻ സത്യഗ്രഹം. ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ബീഹാർ. ചമ്പാരൻ സത്യാഗ്രഹത്തിൽ ഗാന്ധിജി ഇടപെട്ടത് നീലം കർഷകരുടെ പ്രശ്നങ്ങൾക്കാണ്, അവരെ കൂലിയുമായി ബന്ധപ്പെട്ടാണ്. ഏതായാലും ആ സമരം വിജയിച്ചു, അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു. ഇനി തൊട്ടടുത്ത വർഷം 1918 ഗാന്ധിജി അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയുള്ള സമരം നയിച്ചു. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമായിരുന്നു ഇത്. നമ്മൾ പറഞ്ഞു ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹ സമരം ചമ്പാരൻ സമരമാണ്, വർഷം 1917. എന്നാൽ ഗാന്ധിജിയുടെ ഇന്ത്യയിൽ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ 1918 അഹമ്മദാബാദ് തുണിമിൽ സമരമാണ്. 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം. അഹമ്മദാബാദ് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഗുജറാത്ത്. ഇനി അഹമ്മദാബാദ് തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയുള്ള സമരമായിരുന്നു. അപ്പോൾ അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയാണ് ഈ സമരം സംഘടിപ്പിച്ചത്. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹ സമരമായിരുന്നു ഇത്. ഇനി അഡീഷണലായൊരു പോയിൻ്റ് ഓർത്ത് വെക്കേണ്ടത്, പ്ലേഗ് ബോണസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അഹമ്മദാബാദ് തുണിമിൽ സമരമാണ്. അപ്പോൾ പ്ലേഗ് ബോണസിന് വേണ്ടിയിട്ടുള്ള സമരം കൂടിയായിരുന്നു ഇത്. അപ്പോൾ അത് ഓർത്തിരിക്കുക, അതിൻ്റെ പേരിലാണ് തർക്കം ഉണ്ടായത്. ഇനി അതേ വർഷം തന്നെ ഗുജറാത്തിലെ ഗേഡയിൽ ഉണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചു. വിളവ് മോശമായതിനാൽ നികുതിയിൽ ഇളവ് നൽകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ബ്രിട്ടീഷ് അധികൃതർ ഈ ആവശ്യം നിരസിച്ചപ്പോൾ ഗാന്ധിജി നികുതി നിഷേധ സമരത്തിന് ആഹ്വാനം ചെയ്തു. അതേ വർഷം 1918 തന്നെ അദ്ദേഹം മറ്റൊരു സമരത്തിൻ്റെ കൂടി ഭാഗമായി. അതായിരുന്നു ഗേദ സമരം.
ഗേദയും ഗുജറാത്തിലാണ്. ഗേദ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് സംസ്ഥാനത്താണ്. ഗേദ സമരത്തിൻ്റെ കാരണം പ്രകൃതിക്ഷോഭം മൂലം കാർഷിക വിളകൾ നശിച്ചപ്പോൾ നികുതിയിൽ ഇളവ് വേണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. എന്നാൽ ബ്രിട്ടീഷുകാർ അതിന് സമ്മതിച്ചില്ല. അപ്പോൾ അതിനെതിരെ നികുതി നിഷേധിച്ചുകൊണ്ട് സമരം ചെയ്യാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ഇതാണ് ഗേദ സമരം. അപ്പോൾ ഗാന്ധിജിയുടെ സമരങ്ങൾ 1917 ചമ്പാരൻ സമരം, ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരം. 1918 അഹമ്മദാബാദ് തുണിമിൽ സമരവും ഖേദ സമരവും. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ പ്രത്യേകത ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹ സമരം. വർഷം 1918. ഖേദ സമരം പ്രകൃതിക്ഷോഭം മൂലം കർഷകർക്ക് കൃഷിനാശം ഉണ്ടായപ്പോൾ നികുതി ഇളവ് വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ ബ്രിട്ടീഷുകാർ സമ്മതിച്ചില്ല. അപ്പോൾ നികുതി നിഷേധത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് നടത്തിയ സമരം. അപ്പോൾ ഈ 3 സമരങ്ങൾ ഗാന്ധിജിയുടേത് ഓർത്തിരിക്കണം. ഇത് സ്റ്റാർട്ടിംഗ് ആണ്. ഇനി അടുത്ത് വരാൻ പോകുന്ന സമരം ദേശീയ തലത്തിലുള്ള ഗാന്ധിജിയുടെ ആദ്യത്തെ സമരമാണ്. ദേശീയ തലത്തിലായിട്ട് അതിനി വരാൻ പോകുന്നുള്ളൂ. റൗലറ്റ് ആക്ടിനെതിരെയുള്ള സമരമാണ്. അത് വരാൻ പോകുന്നുള്ളൂ. അത് നമുക്ക് ആ സമയത്ത് ഇനി ഇതിൽ ചർച്ച ചെയ്യാം. അത് വരാൻ പോകുന്നുള്ളൂ. ഓക്കെ. ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരോട് സ്വീകരിച്ച മനുഷ്യത്വരഹിത നടപടികൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ കൊളാശാക്കി കൊടുത്തിട്ടുണ്ട്. ജനക്കൂട്ടത്തെ യന്ത്രത്തോക്ക് കൊണ്ട് വെടിക്കുക, അറസ്റ്റ് ചെയ്ത് ജനങ്ങളെ മുട്ടിലയക്കുക, ജനങ്ങളെ ജോഡികളാക്കി കൈവിലങ്ങ് അണിയിച്ച് പൊതുനിരത്തിൽ നിർത്തുക, ഇന്ത്യക്കാരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുക, വഴിയാത്രക്കാരെ മുക്കാലിയിൽ കെട്ടിയടിക്കുക, സ്വത്തുക്കൾ പിടിച്ചെടുക്കുക, സ്കൂളിലെ ഏറ്റവും വലിയ കുട്ടികളെ മറ്റു കുട്ടികളേക്കാൾ വലിപ്പമുണ്ടെന്ന കാരണത്താൽ ചാട്ടവാറടിക്കുക, ഇന്ത്യക്കാരുടെ വീടുകളിൽ പങ്കകൾ അഴിച്ചുമാറ്റി വെള്ളക്കാർക്ക് നൽകുക, ആളുകളെ കൈവിലങ്ങ് അണിയിച്ച് ഒന്നിച്ച് കയറിട്ടു കെട്ടി പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുക. വളരെ മനുഷ്യത്വരഹിതമായുള്ള പെരുമാറ്റമായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരോട് ചെയ്തത്. ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന നിരവധി കരിനിയമങ്ങൾ നടപ്പിലാക്കി. അവയിൽ ജനങ്ങളുടെ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായ ഒന്നായിരുന്നു റൗലറ്റ് നിയമം അഥവാ റൗലറ്റ് ആക്ട്. ഈ നിയമം ബ്രിട്ടീഷ് സർക്കാരിന് താഴെ പറയുന്ന അധികാരങ്ങൾ നൽകി. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റൗലറ്റ് ആക്ട്. ഇനി ഇവിടെ ബുള്ളറ്റ് പോയിൻറ്റ്സ് വരുന്നുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ഇങ്ങനെ വരാം. റൗലറ്റ് ആക്റ്റുമായി താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന ഏത്, തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളത് ചോദിക്കാം. അത് ഈ ബുള്ളറ്റ് പോയിൻ്റാണ് വരിക. അപ്പോൾ റൗലറ്റ് ആക്ട് ബ്രിട്ടീഷുകാരുടെ കരി നിയമമാണ് റൗലറ്റ് ആക്ട്. അപ്പോൾ നമ്മൾ ആ ബുള്ളറ്റ് പോയിൻ്റ് പ്രധാനമാണ്, അത് നോക്കാം. എന്താണ് റൗലറ്റ് ആക്ട്? റൗലറ്റ് ആക്ട് ബ്രിട്ടീഷുകാർക്ക് നൽകിയ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം. ഒന്നാമത്തേത്. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. ഈ പ്രധാനപ്പെട്ട 4 ബുള്ളറ്റ് പോയിൻ്റ് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിൽ എങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ മാറ്റം വരുത്തി PSC കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന് കൂടി നമുക്ക് നോക്കാം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം എന്നുള്ളത്, അതിൽ ചില കൂടുതൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല. അത് അതുപോലെ തന്നെ കൊടുക്കും. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം. അപ്പോൾ ഇവിടെ ഈ അനിശ്ചിതകാലം എന്നുള്ളത് നിശ്ചിതകാലം എന്ന് കൊടുക്കാം. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവും. അപ്പോൾ അത് നോട്ട് ചെയ്യാം. അനിശ്ചിതകാലം എന്ന് തന്നെ പഠിക്കുക. അപ്പോൾ അവിടെ അനിശ്ചിതകാലം എന്ന് ഒഴിവാക്കി PSC നിശ്ചിതകാലം എന്ന് കൊടുക്കാം. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം എന്നുള്ളത് എങ്ങനെ തെറ്റായി കൊടുക്കാം? രഹസ്യ വിചാരണ എന്നുള്ളത് പരസ്യ വിചാരണ എന്ന് കൊടുക്കാം. നമ്മളൊരു ഫ്ലോയിൽ അങ്ങനെ വായിച്ചു പോകും. അപ്പോൾ മുകളിൽ നോക്കുമ്പോൾ അത് കറക്റ്റ്, പിന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റായി കൊടുക്കും. അനിശ്ചിതകാലം തടവിലിടാം. ആ ഫ്ലോയിൽ അങ്ങനെ വായിച്ചു പോകരുത്. അപ്പോൾ പിന്നെ മൂന്നാമത്തേത് പ്രത്യേക കോടതികൾ രഹസ്യ വിചാരണ എന്നുള്ളത്
പരസ്യ വിചാരണ എന്ന് കൊടുത്തിട്ടുണ്ടാവും. നമ്മളത് നോക്കിയിട്ടില്ല, ആ ഫ്ലോയിൽ അങ്ങനെ വായിച്ചു പോകും. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ചിലപ്പോൾ ശരി തന്നെ ആയിരിക്കും, ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ രഹസ്യ വിചാരണ നോട്ട് ചെയ്തില്ലെങ്കിൽ എല്ലാം ശരി എന്നുള്ള ഓപ്ഷനാക്കരം, അത് അധികവും ഓപ്ഷൻ എ തന്നെ വന്നിട്ടുണ്ടാവും, എല്ലാം ശരി എന്നുള്ളത്. അതോടുകൂടി നമ്മൾ എന്ത് ചെയ്യും, ഓപ്ഷൻ എയിൽ വീണു, മൈനസ് മാർക്ക് സമ്പാദിച്ചു. ഒരു മൈനസ് മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ റാങ്ക് ഒരു 80-100 റാങ്കിൻ്റെ അടുത്ത് പിറകിലേക്ക് നമ്മളെ തട്ടും. അപ്പോൾ നമ്മുടെ നിയമന സാധ്യത അത്രയും കുറയും. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ, പരസ്യ വിചാരണയല്ല, രഹസ്യ വിചാരണ നടത്താം. അതാണ് നമ്മൾ വരികൾക്ക് ഇടയിലൂടെ തന്നെ വായിക്കണം എന്ന് പറയാൻ കാരണം. ഇനി കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. ഇവിടെ നമ്മൾക്ക് എങ്ങനെ തെറ്റായി വരാൻ സാധ്യതയുണ്ട്? അപ്പീൽ നിഷേധിക്കാം എന്നുള്ളത് അപ്പീൽ അനുവദിക്കാം എന്ന് കൊടുക്കാം. അപ്പീൽ അനുവദിക്കാം എന്ന് തെറ്റായിട്ട് കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ റൗലറ്റ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ 4 പോയിൻ്റുകൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അത് PSC എങ്ങനെയൊക്കെ തെറ്റായിട്ട് കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന് കൂടി നിങ്ങളൊന്ന് കണ്ടുവെക്കുക. അപ്പോൾ നിങ്ങൾ ആ മൈൻഡോട് കൂടി എക്സാം ഹാളിൽ നിന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും തെറ്റ് വരില്ല. അപ്പോൾ റൗലറ്റ് ആക്റ്റിനെ കുറിച്ച് അതാണ്. ഇനി അതിനെതിരെ നടന്ന പ്രതിഷേധങ്ങളാണ് പറയുന്നത്. ഈ നിയമത്തിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചു. പ്രകടനങ്ങൾ, ഉപവാസങ്ങൾ, ഹർത്താലുകൾ, നിയമലംഘനങ്ങൾ എന്നിവ നടത്തി. 1919 ഏപ്രിൽ 6 രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. അത്ഭുതപൂർവമായ പ്രതികരണമാണ് ഈ ആഹ്വാനത്തിന് ലഭിച്ചത്. അപ്പോൾ ഇവിടെ നോക്കേണ്ട പ്രധാന പോയിൻ്റ്, ഗാന്ധിജി കരിദിനം, റൗലറ്റ് ആക്റ്റിനെതിരെ ഗാന്ധിജി കരിദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്ത ദിവസം 1919 ഏപ്രിൽ 6. ഏപ്രിൽ 6 പ്രത്യേകം നോട്ട് ചെയ്യുക. 1919 ഏപ്രിൽ 6. അതിങ്ങനെ എങ്ങനെ കണക്ട് ചെയ്യാം? നമ്മൾ കരിദിനം ആഹ്വാനം ചെയ്യാൻ പേപ്പറിൽ, കരിദിനം ആഹ്വാനം ചെയ്താൽ അത് പേപ്പറിൽ വരുമല്ലോ. അപ്പോൾ ഏപ്രിൽ എന്നുള്ളത് പേപ്പർ എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഗാന്ധിജി കരിദിനാഹ്വാനം പേപ്പറിലൂടെ നടത്തിയെന്ന് നോട്ടി കണക്ട് ചെയ്ത് വെച്ചാൽ ഏപ്രിൽ എന്നുള്ളത് പേപ്പറിൽ എന്ന് കിട്ടും. പിന്നെ ഡേറ്റ് 6, അത് വർഷം 1919. അപ്പോൾ 19 9 എന്ന് തിരിച്ചിട്ടാൽ 6 ആയില്ലേ. 19 9 എന്ന് തിരിച്ചിട്ടാൽ 6 എന്ന് കിട്ടില്ലേ. അപ്പോൾ പേപ്പറിൽ എന്നുള്ളത് ഏപ്രിൽ എന്നും ഈ 19ൻ്റെ 9 എന്ന് തിരിച്ചിട്ടാൽ 6 എന്നും കിട്ടില്ലേ. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. ഞാൻ അങ്ങനെയാണ് കണക്ട് ചെയ്ത് വെക്കാറുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയും കണക്ട് ചെയ്ത് വെക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതുപോലെ എങ്ങനെയെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് വെക്കുക. നമുക്ക് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഫാക്റ്റ് കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഹർത്താലുകൾ, നിയമലംഘനങ്ങൾ എന്നിവ, റൗലറ്റ് ആക്ട്, ഉപവാസങ്ങൾ എന്നിവ റൗലറ്റ് ആക്ടിനെതിരെ നടന്നു. പ്രകടനങ്ങൾ നടന്നു. 1919 ഏപ്രിൽ 6 രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ മഹാത്മാഗാന്ധി ആഹ്വാനം ചെയ്തു. ഇനിയാണ് പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം വരുന്നത്. പഞ്ചാബിൽ സമരത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച് പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒത്തുകൂടി. 3 വശവും മതിലുകളാൽ ചുറ്റപ്പെട്ടതും ഒരു കവാടം മാത്രമുള്ളതുമായ വിശാലമായ മൈതാനമായിരുന്നു ജാലിയൻ വാലാബാഗ്. നിരായുധരായ ജനങ്ങൾക്കു നേരെ പട്ടാളം വെടിയുതിർത്തു. 1000-ൽ പരം ആളുകൾ വെടിയേറ്റ് മരിച്ചു. മുറിവേറ്റവർ അതിലേറെ ആയിരുന്നു. ശവശരീരങ്ങൾ നീക്കം ചെയ്യാനോ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാനോ ദാഹജലം നൽകാനോ പട്ടാളം അനുവദിച്ചില്ല. ഈ ദാരുണ സംഭവം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധത്തിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇനി ആരൊക്കെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ജാലിയൻ വാലാബാഗ് മൈതാനത്ത് ജനങ്ങൾ ഒത്തുകൂടിയതെന്ന് ചോദിച്ചാൽ ഡോക്ടർ സത്യപാലിനെയും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലുവിനെയും. അപ്പോൾ റൗലറ്റ് ആക്ടിനെതിരെ പഞ്ചാബിൽ പ്രതിഷേധിച്ച ഡോക്ടർ സത്യപാലിനെയും അതുപോലെ ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലുവിനെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ജനങ്ങൾ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് ഒത്തുകൂടിയത്.
അവിടെ ജനറൽ മൈക്കിൾ ഓഡയറിൻ്റെ നേതൃത്വത്തിൽ വന്ന സൈന്യമാണ് വെടിവെച്ചത്. നിരായുധരായ ജനങ്ങൾക്ക് നേരെ വെടിയുതിർപ്പ് നടത്തിയത്. അപ്പോൾ ഇതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇതിൻ്റെ വർഷങ്ങൾ നമ്മളിനി പഠിക്കും. ഇനി വരാൻ പോകുന്ന ചാപ്റ്ററിൽ ഇതിൻ്റെ വർഷങ്ങളും മറ്റു ഡീറ്റെയിൽസും വിശദമായി പഠിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിലവിൽ വർഷം ഒന്നും പറഞ്ഞു പോകാത്തത്. ഇപ്പം നമ്മൾ ബേസാണ്, നമ്മൾ 7ാം ക്ലാസ്സിലല്ലേ. അപ്പോൾ നമ്മൾ ജാലിയൻ വാലാബാഗ് എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതി. നമുക്ക് 10ാം ക്ലാസ്സിൽ വരുമ്പോൾ അതിൻ്റെ വർഷം കൃത്യമായി തന്നെ പഠിക്കാം. ഇനി പ്രധാനപ്പെട്ട 3 പോയിൻ്റുകളാണ് ജാലിയൻ വാലാബാഗ്. 2 പോയിൻ്റ് വളരെ പ്രധാനപ്പെട്ടാണ്, പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതിഷേധിച്ചുകൊണ്ട് കൈസർ ഹേ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകി. അപ്പോൾ കൈസർ ഹേ ഹിന്ദ് പദവി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഹേ ഹിന്ദ് പദവി തിരിച്ചു നൽകിയതാരാണ്? മഹാത്മാഗാന്ധിയാണ്. അതുപോലെ രവീന്ദ്രനാഥ് ടാഗോർ സർ പദവി ഉപേക്ഷിച്ചു. അപ്പോൾ സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ ടാഗോറും കൈസർ എ ഹിന്ദ് പദവി തിരികെ നൽകിയത് മഹാത്മാഗാന്ധിയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുള്ള 2 നടപടികളായിരുന്നു. പിന്നെ ദേശവ്യാപകമായി പ്രക്ഷോഭങ്ങൾ സംഘടിക്കപ്പെട്ടു. കാരണം 1000-ലധികം സാധാരണക്കാരായ ജനങ്ങൾ കൊല്ലപ്പെട്ടതല്ലേ. അതുകൊണ്ട് തന്നെ ദേശവ്യാപകമായി പ്രക്ഷോഭങ്ങൾ സംഘടിക്കപ്പെട്ടു. ഇനി ജാലിയൻ വാലാബാഗുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഉദ്ധം സിംഗ്. ധീരനായ ഉദ്ധം സിംഗ്, വളരെ ധീരൻ തന്നെയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായിരുന്നു ബാലനായ ഉദ്ധം സിംഗ്. അപ്പോൾ ഒരു കുട്ടിയായിരുന്ന ഉദ്ധം സിംഗ് ഇതിൻ്റെ ദൃക്സാക്ഷിയായിരുന്നു. കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കൽ ഓഡയറിനെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇംഗ്ലണ്ടിൽ ചെന്ന് വധിച്ചു. ഇതിന് കാരണക്കാരനായ മൈക്കൽ ഓഡയറിനെ ഇംഗ്ലണ്ടിൽ പോയി വെടിവെച്ച് കൊന്ന ആളാണ് നമ്മുടെ ധീരനായ ഉദ്ധം സിംഗ്. ഇനി ഇതിൽ നമുക്ക് നോട്ട് ചെയ്തൊക്കെ ഉള്ളത് ഉദ്ധം സിംഗിനെ വധശിക്ഷ നടപ്പിലാക്കിയ വർഷം, അല്ലെങ്കിൽ ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയ വർഷം എന്ന് ചോദിച്ചാൽ 1940 ജൂലൈ 31. 1940 ജൂലൈ 31 ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയത്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട അടുത്ത സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. അപ്പോൾ എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്നുള്ളത് നോക്കാം. തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ എന്ന് പറഞ്ഞാൽ ഒട്ടോമൻ രാജാവ്, തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരി ഖലീഫ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരി ഖലീഫ എന്നാണ് അറിയുന്നത്. അവർ തുർക്കി കേന്ദ്രമായിരുന്നു ഭരണം നടത്തിയിരുന്നത്. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയായിരുന്നു ഖലീഫ. അപ്പോൾ ആഗോള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയായിരുന്നു ഖലീഫ എന്ന സ്ഥാനപ്പേരിൽ തുർക്കി കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന ഓട്ടോമൻ രാജാക്കന്മാർ. 1ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ്റെ എതിർ സഖ്യത്തിലായിരുന്ന തുർക്കി സാമ്രാജ്യം. അപ്പോൾ 1ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ്റെ എതിർപക്ഷത്തായിരുന്നു തുർക്കി സാമ്രാജ്യം. യുദ്ധത്തിൽ ഖലീഫയ്ക്ക് എതിരായ ബ്രിട്ടീഷ് നടപടികൾ പ്രതിഷേധിച്ചാണ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത്. അപ്പോൾ 1ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് സഖ്യത്തിനെതിരായിരുന്നു തുർക്കി നിന്നിരുന്നത്. അപ്പോൾ യുദ്ധത്തിൽ ഖലീഫയ്ക്കെതിരായ ബ്രിട്ടീഷുകാരുടെ നടപടികളെ പ്രതിഷേധിച്ചാണ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത്. ഇനി ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണ്. അപ്പോൾ സഹോദരങ്ങളായ മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണ് ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ഇവരെ അലി സഹോദരന്മാർ എന്ന് അറിയപ്പെടുന്നു. റൗളത്ത് നിയമത്തിനെതിരായി വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാൻ ഖിലാഫത്ത് പ്രസ്ഥാനം വഴിയൊരുക്കുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പൂർണ്ണ പിന്തുണയും സഹകരണവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു.
അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവി ഗാന്ധിജി ഏറ്റെടുത്തു. 1919 ഒക്ടോബർ 17 ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചു. അപ്പോൾ ഈ റൗലറ്റ് ആക്ടിനെതിരെ സമയം നടക്കുന്ന സമയത്താണ് ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റ് കൂടി ഉണ്ടായത്. അപ്പോൾ ഇത് രണ്ടും പാടെ ചേർത്തുകൊണ്ട് പിടിച്ചാൽ ഹിന്ദു മുസ്ലിം ഐക്യം ഒന്നുകൂടി ദൃഢമാകുമെന്ന് വിശ്വസിച്ച ഗാന്ധിജി ഖിലാഫത്ത് കമ്മിറ്റിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് 1919 ഒക്ടോബർ 17 ഇന്ത്യയിൽ ഉടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചു. 1919 ഒക്ടോബർ 17 ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായിട്ട് അദ്ദേഹം ആചരിച്ചു. അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ ഒന്നുകൂടി ഉഷാറാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഗാന്ധിജി ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുന്നതിനും വേണ്ടിയിട്ട് ഗാന്ധിജി തന്നെ അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു. നിസ്സഹകരണ പ്രസ്ഥാനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരമായിരുന്നു നിസ്സഹകരണ സമരം. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സഹകരണ സമരമാണ്. എന്നാൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാന ബഹുജന സമരം ഏതാണെന്ന് ചോദിച്ചാൽ ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരം എന്ന് ചോദിച്ചാലും ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ആദ്യത്തെ സമരം നിസ്സഹകരണം, അവസാനത്തേത് ക്വിറ്റ് ഇന്ത്യ സമരവും. 1920 കൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനമാണ് നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയത്. അപ്പോൾ നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയത് 1920 കൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനം ആണ്. അപ്പോൾ നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം വർഷം 1920 സമ്മേളനം നടന്ന നഗരം കൊൽക്കത്തയാണ്. അപ്പോൾ 1920 കൊൽക്കത്ത സമ്മേളനം നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകി. അത്രയാണ് അതിൽ ഓർത്തിരിക്കേണ്ട പോയിൻ്റ്. നിസ്സഹകരണ സമരത്തിന് മുന്നോടിയായി ഗാന്ധിജി വൈസ്രോയ്ക്ക് ഇപ്രാവശ്യം കത്തെഴുതി. ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശം ഉണ്ട്. പ്രധാനപ്പെട്ട ഒരു കോട്ടിങ്ങാണ്. ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. വൈസ്രോയ്ക്ക് എഴുതിയ കത്തിൽ നിസ്സഹകരണ സമരം പ്രഖ്യാപിക്കുന്നതിന് മുൻപോടിയായി വൈസ്രോയ്ക്ക് എഴുതിയ കത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ഞാൻ ഇതുപോലെ ഫുള്ള് വരുന്ന കോട്ടുകളും ഇതുപോലെ വാക്കുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് SCRT 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ വന്നിട്ടുള്ള മുഴുവൻ വാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുക്കാം, അത് പോയി കാണുക. നിസ്സഹകരണ സമരം 2 തരം കർമ്മ പരിപാടികൾ അധിഷ്ഠിതമായിരുന്നു: ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ക്രിയാത്മക പ്രവർത്തനങ്ങളും. അപ്പോൾ നിസ്സഹകരണ സമരം 2 കർമ്മപരിപാടികൾ അധിഷ്ഠിതമായിക്കൊണ്ടാണ് മുന്നോട്ട് പോയത്: ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ക്രിയാത്മക പ്രവർത്തനങ്ങളും. ഇതിലിനി ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിസ്സഹകരണ സമരത്തിൻ്റെ ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? വിദേശ വസ്ത്ര ബഹിഷ്കരണം, നികുതി നിഷേധം, പദവികൾ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ, കോടതി ബഹിഷ്കരണം. അപ്പോൾ ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? വിദേശ വസ്ത്ര ബഹിഷ്കരണം, നികുതി നിഷേധം, പദവികൾ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ, കോടതി ബഹിഷ്കരണം. ഇനി ക്രിയാത്മക പ്രവർത്തനങ്ങളോ? ഹിന്ദു മുസ്ലിം ഐക്യം, ഖാദി വസ്ത്രങ്ങളുടെ പ്രചരണം, ഐത്തോച്ചാടനം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ. ഹിന്ദു മുസ്ലിം ഐക്യം, ഖാദി വസ്ത്രങ്ങളുടെ പ്രചരണം, ഐത്തോച്ചാടനം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ. നമ്മൾ പറഞ്ഞ ഇന്ത്യൻ കൈത്തറി മേഖലയെ ബ്രിട്ടീഷുകാർ തകർത്തിരുന്നു. അപ്പോൾ അതിന് പ്രതിവിധിയായിട്ടാണ് ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം. അപ്പോൾ ഇന്ത്യൻ കൈത്തറി മേഖലയെ ഉയർത്തിക്കൊണ്ടുവരൽ ബ്രിട്ടീഷ് സമരത്തിന് എതിരെയുള്ള ഒരു ആയുധമായിട്ട് അദ്ദേഹം കണ്ടു. നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പ്ലക്കാർഡുകൾ നിർമ്മിക്കുക. അത് കുട്ടികൾക്കുള്ള പഠന പ്രവർത്തനമാണ്. ഇനി മലബാർ കലാപം.
കേരളത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നായിരുന്നു 1921 മലബാർ കലാപം. അപ്പോൾ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ശ്രദ്ധേയമായൊരു കലാപമായിരുന്നു 1921 മലബാർ കലാപം. കുടിയൊഴിപ്പിക്കൽ, അന്യായമായ നികുതി പിരിവ്, ഉയർന്ന പാട്ടം തുടങ്ങിയ ദ്രോഹ നടപടികൾ ജന്മിമാരിൽ നിന്നും മലബാറിലെ കർഷകർ നേരിട്ടു. ജന്മിമാരുടെ കർഷക ദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ പിന്തുണ നൽകി. ഈ സമയത്താണ് കേരളത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും സജീവമായത്. ഗാന്ധിജി മൗലാന ഷൗക്കത്ത് അലിയും ഒന്നിച്ച് കേരളം സന്ദർശിച്ചു. അപ്പോൾ ഗാന്ധിജിയോടൊപ്പം കേരളം സന്ദർശിച്ച ഖിലാഫത്ത് നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ മൗലാന ഷൗക്കത്ത് അലിയാണ്. അപ്പോൾ 1921 മലബാർ കലാപം നടന്ന വർഷം 1921. ഇതിൻ്റെ കാരണങ്ങൾ കുടിയൊഴിപ്പിക്കൽ, അന്യായമായ നികുതി പിരിവ്, ഉയർന്ന പാട്ടം. ഈ ദ്രോഹ നടപടികൾ ആരിൽ നിന്നൊക്കെ നേരിട്ടു? ജന്മമാരിൽ നിന്നാണ് മലബാറിലെ കർഷകർ നേരിട്ടത്. നമ്മൾ മുൻ ചാപ്റ്ററിൽ പഠിച്ചു, മലബാറിലെ പാട്ടക്കുടിയാന്മാരായ കർഷകരെയാണ് മാപ്പിളകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അവർ ഇതിന് ഇങ്ങനെ ദ്രോഹിക്കാൻ ബ്രിട്ടീഷുകാരുടെ പിന്തുണയും നൽകി. ഈ സമയത്താണ് കേരളത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം, ഖിലാഫത്ത് പ്രസ്ഥാനം സജീവമായി വന്നത്. അപ്പോൾ ഗാന്ധിജി മൗലാന ഷൗക്കത്ത് അലിയും ഒന്നിച്ച് കേരളം സന്ദർശിച്ചു. അപ്പോൾ കേരളം സന്ദർശിച്ച ഖിലാഫത്ത് നേതാവാണ് മൗലാന ഷൗക്കത്ത് അലി. ഖിലാഫത്ത് പ്രസ്ഥാനം 1920 മഞ്ചേരി കോൺഗ്രസ് സമ്മേളനവും കർഷകരിൽ പുതിയ ഉണർവ് സൃഷ്ടിച്ചു. കർഷകരിൽ അധികവും മാപ്പിളമാർ അഥവാ മുസ്ലിങ്ങൾ ആയിരുന്നു. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം, അതുപോലെ 1920 മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം. അപ്പോൾ 1920 കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം മഞ്ചേരിയാണ്. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് 1920 കോൺഗ്രസ് സമ്മേളനം നടന്നത്. പിന്നെ കർഷകരിൽ നമ്മൾ പറഞ്ഞു മാപ്പിളമാരായിരുന്നു, മുസ്ലിങ്ങളായിരുന്നു. ബ്രിട്ടീഷുകാരോടും ജന്മിമാരോടുമുള്ള എതിർപ്പ് കർഷകർക്കിടയിൽ രൂക്ഷമായി നിൽക്കവേ പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ എത്തിയ പോലീസിനെ ജനങ്ങൾ തടഞ്ഞു. അപ്പോൾ കേരളത്തിൽ ഖിലാഫത്ത് സമരത്തിന് അല്ലെങ്കിൽ മലബാർ കലാപത്തിന് കാരണമായ പ്രധാന സംഭവം പൂക്കോട്ടൂർ ചെന്നിട്ട് ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്. അപ്പോൾ പൂക്കോട്ടൂർ സമരം എന്ന് പറയുന്നത് 1921 മലബാർ കലാപം തന്നെയാണ്. അപ്പോൾ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് കലാപത്തിന് കാരണമായത്. ഖിലാഫത്ത് നേതാവായിരുന്ന ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്തയും വരുന്നു. അപ്പോൾ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ചെന്നു, അതേപോലെ ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്തയും പരന്നു. ഇതോടെ മലബാറിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിൽ കലാപം തുടങ്ങി. ബ്രിട്ടീഷുകാരുടെ സഹായികളായി പ്രവർത്തിച്ച ജന്മിമാർക്കെതിരെയും കലാപകാരികളുടെ രോഷം ആളിക്കത്തി. കലാപത്തിന് നേതൃത്വം നൽകിയ ആലി മുസ്ലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് തുടങ്ങിയവരെ ബ്രിട്ടീഷുകാർ വധിച്ചു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയ ആലി മുസ്ലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് തുടങ്ങിയവരെ ബ്രിട്ടീഷുകാർ വധിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ആലി മുസ്ലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് എന്നിവരായിരുന്നു. ഇനി ഖിലാഫത്ത് സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയതും അതേപോലെ ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വ്യാജ പ്രചരണവുമാണ് മലബാർ കലാപത്തിന് കാരണമായത്. പൂക്കോട്ടൂർ യുദ്ധം എന്നും മലബാർ കലാപം എന്നും മാപ്പിള ലഹള എന്നൊക്കെ പറഞ്ഞാൽ അറിയപ്പെടുന്നത് ഈ 1921 ഈ യുദ്ധമായിരുന്നു. ഇനി മലബാർ കലാപത്തോടനുബന്ധിച്ച് നടന്ന ഒരു ട്രാജഡിയാണ് വാഗൺ കൂട്ടക്കൊല. വാഗൺ ട്രാജഡി എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. വാഗൺ കൂട്ടക്കൊല ഇത് പ്രധാനപ്പെട്ടൊരു സംഭവമായിരുന്നു സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ. മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 90ഓളം കലാപകാരികളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഗുഡ്സ് വാഗണിൽ കുത്തി നിറച്ച് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 90ഓളം കലാപകാരികളെ
ഏകദേശം 90ഓളം കലാപകാരികളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഗുഡ്സ് വാഗണിൽ കുത്തി നിറച്ച് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. വായു കടക്കാത്ത തീവണ്ടി മുറയിൽ അവർ പ്രാണന് വേണ്ടി പിടഞ്ഞു. മരണവെപ്രാളത്തിൽ അന്യോന്യം മാന്തിപ്പറിക്കാൻ തുടങ്ങി. തീവണ്ടി കോയമ്പത്തൂരിനടുത്ത് പോത്തന്നൂരിൽ എത്തി വാഗൺ തുറന്നു നോക്കിയപ്പോൾ 72 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു ചരക്ക് ബോഗിയിൽ കുത്തി നിറച്ച് എല്ലാവരെയും കൊണ്ടുപോയപ്പോൾ 90 പേരെ കുത്തി നിറച്ച് കോയമ്പത്തൂരിനടുത്ത് പോത്തന്നൂർ സ്റ്റേഷനിലെത്തി വാഗൺ തുറന്നു നോക്കിയപ്പോൾ 72 ആളുകളും ശ്വാസം കിട്ടാതെ മരിച്ചു പോയിരുന്നു. അവശേഷിച്ചവർ മരണത്തോട് മല്ലടിക്കുകയായിരുന്നു. ബാക്കിയുള്ളവരാണെങ്കിലോ ജീവച്ഛവമായിട്ട് മരണത്തോട് മല്ലടിച്ച് കിടക്കുകയായിരുന്നു. 1921 നവംബർ 10 നടന്ന ഈ ദാരുണ സംഭവം വാഗൺ കൂട്ടക്കൊല എന്നറിയപ്പെടുന്നു. അപ്പോൾ വാഗൺ ട്രാജഡി നടന്ന വർഷം 1921 നവംബർ 10-നാണ്. നവംബർ 10-നാണ് വാഗൺ കൂട്ടക്കൊല നടന്ന വർഷം. ജന്മിത്വത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനും എതിരായി ആരംഭിച്ച ജനകീയ പ്രക്ഷോഭം ക്രൂരമായ മർദ്ദനത്തിലൂടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അടിച്ചമർത്തി. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട സംഭവം ഇതാണ്, വാഗൺ കൂട്ടക്കൊല അഥവാ വാഗൺ ട്രാജഡിയാണ് ഇതിൽ പ്രധാനപ്പെട്ട സംഭവം. അപ്പോൾ നമുക്ക് ഈ വാഗൺ ട്രാജഡി വെച്ച് ഇവിടെ ഈ ചാപ്റ്റർ ഇവിടെ ഒന്നാം ഭാഗമായിട്ട് ഇവിടെ നിർത്താം. ഇനി അടുത്ത ഭാഗം മുതൽ ഇത് കുറച്ച് ഡീറ്റെയിൽഡായി പറയാനുള്ളതുകൊണ്ട് 2 ഭാഗമായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇതിൻ്റെ 2ാം ഭാഗമായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. കാണാം. അതുവരേക്കും ഗുഡ് ബൈ.